അങ്ങനെ ദളപതി വിജയുടെ രാഷ്ട്രീയ പാർട്ടി പതാകയും പരിപാടിയും എല്ലാമുള്ള ഒരു കേഡർ സംവിധാനമായി മാറി. തമിഴകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വിജയ് ഏറെക്കാലമായി കണക്ക് കൂട്ടി അളന്നു മുറിച്ച് കരുക്കൾ നീക്കിയാണ് രാഷ്ട്രീയ പ്രവേശത്തിൻ്റെ ഓരോ ഘട്ടവും പിന്നിട്ടത്. ആരാധക കൂട്ടായ്മയായ വിജയ് മക്കൾ ഇയക്കമായിരുന്ന കാലം മുതലേ ഈ സംഘടനയ്ക്ക് താഴേത്തട്ട് മുതൽ കെട്ടുറപ്പുള്ള ചട്ടക്കൂടുണ്ടായിരുന്നു. ദുരിതാശ്വാസവും ചികിത്സാ സഹായവും പഠനോപകരണ വിതരണവും സ്കോളർഷിപ്പ് പദ്ധതികളും ഒക്കെയായി ക്ഷേമരാഷ്ട്രീയ വഴിയെ അടിത്തട്ടിൽ വിജയ് സംഘടന കെട്ടിപ്പടുത്തു. 2021 തമിഴ്നാട്ടിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയ് മക്കൾ ഇയക്കം മത്സരിക്കാനിറങ്ങി. 179 സീറ്റുകളിൽ അവർ വിജയിച്ചു. പിന്നീട് വിജയ് മക്കൾ ഇയക്കം പിരിച്ചുവിടുന്നു. രാഷ്ട്രീയ പാർട്ടിയായി അത് മാറുന്നു. തമിഴക വെട്രി കഴകമായി സംഘടന രൂപം മാറുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്ത്രപരമായ മൗനം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വിജയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇപ്പോഴിതാ പാർട്ടിക്ക് ഔദ്യോഗിക പതാകയായി, ഔദ്യോഗിക ഗാനമായി. പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് വിജയ് ഇന്ന് രാവിലെ പതാക ഉയർത്തി. സാമൂഹിക മാധ്യമങ്ങളിലെമ്പാടും ഇപ്പോൾ തമിഴക രാഷ്ട്രീയ കഴകക്കൊടി ഉയർന്നു പാറുകയാണ്. ഇതൊരു അരസിയൽ കൊടി മാത്രമല്ല, തമിഴ്നാടിൻ്റെ ഭാവിയെ പുതുക്കിപ്പണിയുന്ന കൊടിയായാണ് താൻ ഇതിനെ കാണുന്നതെന്ന് വിജയ് പറയുന്നു. എല്ലാവരും സ്വന്തം വീട്ടുമുറ്റങ്ങളിലും ഹൃദയങ്ങളിലും താൻ പറയാതെ തന്നെ പാർട്ടിക്കൊടി ഉയർത്തുമെന്ന് തനിക്കറിയാമെന്നും വിജയ് പറയുന്നു. പതാകയുടെ നിറത്തിന്, പതാകയിലെ ചിഹ്നങ്ങൾക്കും ഒക്കെ പിന്നിൽ ചിലതൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതൊക്കെ പാർട്ടി നയം വ്യക്തമാക്കുമ്പോൾ പറയാമെന്നാണ് വിജയ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ വിജയുടെ പാർട്ടി നയം എന്താകുമെന്ന വ്യക്തമായ സൂചനകൾ പാർട്ടി പതാകയിലും ഔദ്യോഗിക ഗാനത്തിലുമുണ്ട്. തമിഴക വെട്രി കഴകത്തിൻ്റെ പതാകയൊന്ന് നോക്കൂ. താഴെയും മുകളിലും ചുവപ്പും, നടുവിൽ മഞ്ഞയും. പതാകയുടെ നടുവിൽ ചുവന്ന വൃത്തത്തിൽ ഒരു വാഗപ്പൂവ്, ചുറ്റും നക്ഷത്രങ്ങൾ, ഇരുവശവും ചിഹ്നം വിളിക്കുന്ന കൊമ്പനാനകൾ. അടിസ്ഥാനപരമായ മാറ്റം, എല്ലാ തട്ടിലെയും സുതാര്യത, അഴിമതിരഹിത ഭരണം, വൈവിധ്യമാർന്ന തമിഴ് സംസ്കാരങ്ങളുടെ ഏകീകൃത ശക്തിയൊക്കെയാണ് ചുവപ്പും മഞ്ഞയും പതാക പ്രതിനിധീകരിക്കുന്നത് എന്നാണ് പാർട്ടിയുടെ അവകാശവാദം. DKയിൽ ദ്രാവിഡ കഴകത്തിൽ തുടങ്ങുന്ന തമിഴ് ദ്രാവിഡ പാർട്ടികളുടെ എല്ലാം പതാകയിൽ ചുവപ്പും കറുപ്പുമാണ് അടിസ്ഥാന നിറങ്ങൾ. അതിപ്പോൾ DMK, AEADMK, ADMK, DMDK, AMMK ഒക്കെ മുതൽ കമൽഹാസൻ്റെ മക്കൾ നീതി മയ്യം വരെയുള്ള പാർട്ടി പതാകകൾ ചുവപ്പിലും കറുപ്പിലുമാണ്. മഞ്ഞയും കറുപ്പും ആനയും നക്ഷത്രവും വാഗപ്പൂവും ഒക്കെയായി TVK അവതരിപ്പിക്കുന്ന പുത്തൻ പതാകയിൽ തന്നെ അടിസ്ഥാനപരമായി ആ രീതിയിൽ പറഞ്ഞാൽ മാറ്റമുണ്ട്. യുദ്ധം ജയിച്ചു വരുന്ന പോരാളികളെ വാഗപ്പൂമാലകൾ ചാർത്തി വരവേൽക്കുന്നതാണ് തമിഴ് വീര പൈതൃകം. അതായത് തമിഴ് വിജയത്തിൻ്റെ ചിഹ്നമാണ് വാഗപ്പൂവ്. അതുകൊണ്ടാണ് തമിഴ് ദേശീയതാ സങ്കല്പമായ തമിഴീഴത്തിൻ്റെ പുഷ്പമായി പോലും ചുവന്ന വാഗ മാറിയത്. തമിഴീഴം ദേശീയതയിലൊന്നിയാകും വെട്രി കഴകത്തിൻ്റെ രാഷ്ട്രീയ നയമെന്നതിൻ്റെ സൂചനയാണിത്. തമിഴ് ദേശീയതയെ ദ്രാവിഡ ദേശീയത മാത്രമായല്ല വിജയ് കാണുന്നതെന്ന് കരുതാം. ഇനി പാർട്ടിയുടെ ഔദ്യോഗിക ഗാനത്തിന് പശ്ചാത്തലമായ ഈ ഗ്രാഫിക് വീഡിയോ നോക്കൂ. ആൾക്കൂട്ടത്തെ ചവിട്ടി മെതിച്ച് നാശം വിതയ്ക്കുന്ന രണ്ടാനകൾ, കറുത്ത നിറമുള്ള രണ്ടാനകൾ. ആനപ്പുറത്തുള്ളവർ രണ്ടുപേരും ചാട്ടകൾ വീശി ആളുകൾക്കിടയിലൂടെ ആനകളെ ആട്ടിത്തെളിയിക്കുകയാണ്. അതിനിടയിലേക്ക് വെള്ളക്കുതിരപ്പുറത്ത് ഒരു കൊടിയുമേന്തി പാഞ്ഞു വരുന്ന ഒരാൾ. അത് വിജയ് തന്നെയാണ്. ഒറ്റയ്ക്കല്ല, കരുത്തുള്ള ഒരു ശക്തിയെയും നയിച്ചാണ് അയാൾ എത്തുന്നത്. അയാൾക്കൊപ്പം രണ്ടാനകളുമുണ്ട്, വെള്ള നിറമുള്ള രണ്ടാനകൾ. ജനക്കൂട്ടത്തെ ചവിട്ടിയരയ്ക്കുന്ന കറുത്ത ആനകളെ കുതിരപ്പുറത്ത് വന്ന ആളുകളുടെ ഐരാവതങ്ങൾ കീഴ്പ്പെടുത്തുന്നു. രണഭൂമിയിൽ കറുത്ത കൊമ്പന്മാർ അടിതെറ്റി നിലം പതിക്കുന്നു. വിജയകാഹളം മുഴക്കുന്ന ഐരാവതങ്ങളുടെ നടുവിൽ തമിഴക വെട്രി കഴകക്കൊടി ഉയരുന്നു. വിജയ് കൊടുക്കുന്ന സന്ദേശം വ്യക്തമാണ്. കറുത്ത ആനകൾ DMKയും ADMKയും. ആനകളുടെ കറുത്ത നിറം ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ സൂചന തന്നെയാണ്. ദ്രാവിഡ രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ മത്തഗജങ്ങൾ ജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കുകയാണെന്നാണ് സന്ദേശം. വെള്ളക്കുതിരപ്പുറത്ത് വെള്ളക്കുപ്പായം അണിഞ്ഞു വരുന്ന തമിഴക വെട്രി കഴക നേതാവ്, അതായത് വിജയ്, അവരെ അതായത് ഈ രണ്ട് പാർട്ടികളെയും കീഴ്പ്പെടുത്തുന്നു. മക്കളെ, ജനങ്ങളെ രക്ഷിക്കുന്നു. തമിഴീഴം പുഷ്പത്തിന് ഇരുവശവും വെട്രി കഴകത്തിൻ്റെ ആനകൾ തുമ്പികൾ ഉയർത്തി ചിഹ്നം വിളിക്കുന്നു. വിജയക്കൊടി ഉയർന്നു പാറുന്നു. ശേഷം കൊമ്പിൽ TVKയുടെ പതാകയുടെ നിറങ്ങളിൽ ചായം പൂശിയ ഒരു ജല്ലിക്കെട്ട് കാളയെ കാണാം. ആ നിറങ്ങൾ പിന്നെ സമൂഹമാകെ പടരുകയാണ്. അടുത്തതായി കാണിക്കുന്നതാണ് പ്രധാന സൂചന. 3 നിഴൽ ചിത്രങ്ങൾ. MGR, അണ്ണാദുരൈ എന്നിവർക്ക് നടുവിലായി വിജയ്.
തമിഴിൻ്റെ കൊടി പറക്കുന്നു, ഒരു നേതാവ് ജനിക്കുന്നു, മൂന്നക്ഷരമുള്ള മന്ത്രം വീണ്ടും കേൾക്കുന്നു. അണ്ണാദുരയുടെയും MGRൻ്റെയും പാരമ്പര്യം അവകാശപ്പെടുന്ന വിജയ് അവർക്കൊപ്പം തലപ്പൊക്കമുള്ള നേതാവ് കലൈഞ്ചർ കരുണാനിധിയുടെ സൂചകം വീഡിയോയിൽ ഒഴിവാക്കി. TVKയുടെ മുഖ്യ പ്രതിയോഗി DMK തന്നെയാണെന്നാണ് ഇതിൻ്റെ സൂചന. 5 വട്ടം മുഖ്യമന്ത്രിയായ കരുണാനിധിയെ നിഴൽ രൂപങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് രാഷ്ട്രീയ നയത്തിൻ്റെ കൂടി ഭാഗമാകാതെ തരമില്ല. കുട്ടികൾ, സ്ത്രീകൾ, വിവിധ തുറകളിലെ തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ ഒക്കെ വെട്രി കഴകക്കൊടിക്ക് പിന്നീട് അണിനിരക്കുന്നു. വീഡിയോയിൽ അഭിവൃദ്ധി, എല്ലാവരുടെയും കൈകോർത്തുള്ള കളങ്കമില്ലാത്ത മുദ്രാവാക്യം, തമിഴ് സ്നേഹമൊക്കെ പിന്നണിയിലെ വരികളിൽ ആവർത്തിക്കുന്നുണ്ട്. വിവിധ മതസ്ഥർ കൈകോർത്ത് TVK പതാക ഉയർത്തുന്നു. പതാകയിലെ നീലയും പച്ചയും മഞ്ഞയും നക്ഷത്രങ്ങൾ ദലിതരെയും മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയുമാണ് പ്രതിനിധീകരിക്കുന്നതെന്നും വായനകളുണ്ട്. ചുവപ്പ് തൊഴിലാളി വർഗത്തെയും പിങ്ക് സ്ത്രീകളെയും സൂചിപ്പിക്കുന്നുവെന്നും പലരും ഊഹിക്കുന്നു. ദ്രാവിഡ രാഷ്ട്രീയത്തിനും വണ്ണിയാർ, ഗൗണ്ടർ, തേവർ തുടങ്ങി ജാതി കേന്ദ്രീകൃത രാഷ്ട്രീയ ലൈനുകൾക്കും അപ്പുറം ഒരു മധ്യവർഗ ജനാധിപത്യ പാർട്ടി ലൈനാകും വിജയുടെ പാർട്ടിയുടേത് എന്നാണ് നിലവിലെ സൂചന. അതേസമയം തമിഴ് ദേശീയതയും ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ വിശാല പാരമ്പര്യവും കൈവിടുകയുമില്ല. ചുരുക്കത്തിൽ DMKയെ നേരിട്ടെതിർക്കുന്ന, AIDMKയോട് ഒട്ടൊക്കെ സമരസപ്പെടുന്ന, നാം തമിഴർ വിടുതലൈ സിരുത്തയടക്കം കക്ഷികളെ ഒന്നും തള്ളാത്ത, കോൺഗ്രസിനെയും ഇടതിനെയും പിണക്കാത്ത ഒരു പുതുതലമുറ മതേതര രാഷ്ട്രീയമാകണം വിജയുടെ തമിഴക വെട്രി കഴകത്തിൻ്റേത് എന്ന് വേണം അനുമാനിക്കാൻ. ഊഹങ്ങൾ ശരിയാകാം, തെറ്റാകാം. ബാക്കി അടുത്ത മാസം വിക്രവണ്ടിയിൽ നടക്കാനിരിക്കുന്ന പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിൽ തലൈവർ വിജയ് തന്നെ പറയട്ടെ.